വാശിയേറിയ മത്സരത്തിനപ്പുറം ഒരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശം നൽകുകയാണ് ഭിന്നശേഷിക്കാർക്കായി നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സ്. ഓടാനും ചാടാനും എല്ലാം ഇവർ മിടുക്കരാണ്. ജയിച്ചാലും തോറ്റാലും നമ്മൾ ഒന്നാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് അധ്യാപകരും. കാണാം. ട്രാക്കിൽ വിസിലുയർന്നപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി അവർ കുതിച്ചുപാഞ്ഞു. ഓട്ടത്തിനിടയ്ക്ക് ചിലർ കാലുതെറ്റി വീണു. ഉടനെ വോളണ്ടിയേഴ്സ് എത്തി എഴുന്നേൽപ്പിച്ചു കൂടെയോടി. ഫിനിഷിംഗിലെ വെള്ളവരയിൽ തൊടുമ്പോൾ പിന്നിലായി പോയവരുടെ മുഖത്ത് പോലും എന്തെന്നില്ലാത്ത പുഞ്ചിരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈതാനത്ത് നടന്ന ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കണ്ട മധുരമൂറുന്ന കാഴ്ചകളാണിത്. കോഴിക്കോട് ചെലവൂരിൽ നിന്നെത്തിയ അഖിൽ 200 മീറ്ററിൽ 1ാം സ്ഥാനക്കാരനായി. വൈകല്യങ്ങളെ തോൽപ്പിച്ച് വിജയം കെട്ടിപ്പടുത്തതിന്റെ അഭിമാനം അഖിലിന്റെ അധ്യാപികയ്ക്കുമുണ്ട്. ട്രാക്കിൽ മാത്രമല്ല, ജീവിതത്തിലും അഖിൽ പവർഫുള്ളാണെന്ന് പറയുന്നു അധ്യാപികയായ തങ്കമ്മ. ഇവനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇവൻ വളരെ ഒബീഡിയൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു വർഷം ആവേണ്ടി വന്നില്ല. പുറത്തുള്ള ഓപ്പൺ എംപ്ലോയ്മെൻറ്റിൽ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് നോക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ പ്ലേസ്മെൻറ്റ് ഒക്കെ കൊടുത്തു. ഫസ്റ്റിൽ അഖിലിന് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് കൊടുത്തത്. അപ്പോഴേ ഇവൻ നല്ലപോലെ ചെയ്യും. അപ്പം ഇവൻ്റെ സാലറിയൊക്കെ കൂട്ടി അവനെ പെർമനൻ്റ് ആക്കി. മറ്റൊരാൾ കണ്ണൂരിൽ നിന്നെത്തിയ ഹൈജമ്പുകാരി ഏഞ്ചൽ മരിയയാണ്. അങ്ങനെ വെറുതെ വന്ന് മത്സരിച്ചു പോകാൻ എത്തിയതല്ല മരിയ. പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. സ്പോർട്സിൽ വലിയ ആളാണെന്ന് ആഗ്രഹം. ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഫസ്റ്റ് 100 മീറ്റർ ഫസ്റ്റ്. ഇവിടെ വന്നാൽ ഫസ്റ്റ് അടിച്ചോണ്ട് പോവാ. അടുത്തെന്തോ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകണമെന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞല്ലോ. റിലേക്ക് നാഷണലിലോട്ട് പോകും. എപ്പോഴും അമ്മ എന്തുണ്ടേലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, എനിക്ക് ഫസ്റ്റ് കിട്ടുമോ? അമ്മ പറയും മോൾക്ക് കഴിവുണ്ട്, മോൾ വിജയിച്ചു വാ. ആ ഒരു വാക്കിലാണ് ഇന്നലെയും വിളിച്ച അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൾ മത്സരത്തിലിറങ്ങി വിജയിച്ചു വന്നു. ഈ ട്രാക്കിൽ ഓടുന്ന കുട്ടികൾ കുതിച്ചാലും കിതച്ചാലുമെല്ലാം അവർക്ക് തണലായുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരും വോളണ്ടിയേഴ്സും ഒക്കെ തന്നെയാണ്. കാരണം അവർ ട്രാക്കിലൊന്ന് വീണാൽ അവരെ കൈപ്പിടിച്ചുയർത്തി അവരോടൊപ്പം ഓടാനാവണം. അതാണ് ഈ ട്രാക്കിൻ്റെ കരുത്ത്, ഈ ട്രാക്കിൻ്റെ മൂല്യം. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമുക്കിപ്പം ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, എത്ര മിടുക്കരായ കുട്ടികളല്ലേ, അവർ ഓടാനും ചാടാനും ഒക്കെ മിടുക്കരാണ്. അതേപോലെ തന്നെ ജയിച്ചാലും തോറ്റാലും നമ്മൾ ഒരുമിച്ച് എന്നൊരു വലിയ സന്ദേശം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പറയൂ വിശേഷങ്ങൾ. ജയലക്ഷ്മി, ഈ മക്കളെ മിടുക്കരെന്ന് പറഞ്ഞാൽ പോരാ, മിടുമിടുക്കരെന്ന് വേണം പറയാൻ. ULCCയുമായി സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈതാനത്ത് ഇങ്ങനെ മത്സരങ്ങൾ നടന്നു വരികയാണ്. 5000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഒരു വേദിയായിരുന്നു ഇത്. നമ്മൾ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് 1-2 കുട്ടികളുടെ മാത്രം വിശേഷങ്ങളാണ്, അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ അനേകം നല്ല കഴിവുള്ള, ഓടാനും ചാടാനൊക്കെ ഒരുപാട് മിടുക്കരായിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും വിവിധ പ്രായത്തിലുള്ളവരായിരുന്നു. നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് സംഘടിപ്പിക്കുന്ന അത്ലറ്റിക്സ് മീറ്റുകളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽ ആ പ്രൊഫഷണൽ രീതി തന്നെയായിരുന്നു ഈ മത്സരത്തിലും. ഇവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ മത്സരത്തിലും കൃത്യമായിട്ട് ഇതിൻ്റെ സംഘാടകർ ഫോളോ ചെയ്തിരുന്നത്. അതിലപ്പുറം ഇവർ ഭിന്നശേഷിയുള്ള ചെറിയ വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരെ ഒരുമിച്ച് നിർത്താനും അവർക്ക് അനുകൂലമായ രീതിയിൽ മൈതാനത്തെ ട്രാക്കിനെയെല്ലാം ഒരുക്കാൻ ഒരു പക്ഷേ ഈ സംഘാടകർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളാവുമ്പോൾ തന്നെ ഒരു പക്ഷേ ഒരു റൗണ്ടൊക്കെ ഓടുന്ന സമയത്ത് ആദ്യത്തെ കുട്ടി 1ാമതെത്തുന്നു, പിന്നീട് ഒരു പക്ഷേ ഈ ഓടുന്നതിനിടയ്ക്ക് വീണു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വീണു പോവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള വോളണ്ടിയേഴ്സ് എത്തി, അധ്യാപകരെത്തി അവരെ എണീപ്പിച്ച് അവരോടൊപ്പം ഈ അധ്യാപകരും ഓടുകയാണ്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു അവിടെ കണ്ടിരുന്നത്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് വരെ അവരെത്തിക്കുന്നു. അതുപോലെ തന്നെ ഹൈ ജമ്പിലായാലും ലോങ് ജമ്പിലായാലും എല്ലാ മത്സരങ്ങളിലും അവർക്ക് കഴിയില്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ അവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നാഷണൽ ലെവൽ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ സംഘാടകർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു കോഴിക്കോട്ടെ ഈ മെഡിക്കൽ കോളേജ് മൈതാനത്ത് നമ്മൾ കണ്ടത്. ജയലക്ഷ്മി.
ശരി ഇംതിയാസ്, എന്തായാലും ഇംതിയാസ് പറഞ്ഞതുപോലെ അവർ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ, അവരുടെ ഭാവി സുരക്ഷിതമാകട്ടെ, ഈ മേഖലയിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ.